അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സാദെ കൊല്ലപ്പെട്ടു എന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് ഇറാൻ. റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും കൊല്ലപ്പെട്ടു. മേജർ ജനറൽ അബ്ദുൾ റഹീം മൌസവിയും വധിക്കപ്പെട്ടവരിൽ ഉൾപ്പെടും. ഇന്നലെ പ്രതിരോധ കൌൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കെ നടന്ന ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നാസർ, ഖാംനയി മാത്രമല്ല സൈനിക കമാൻഡർമാർ കൂടി, സൈനിക മേധാവികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയാണോ ഇറാൻ? എപ്പോൾ നടന്ന ആക്രമണത്തിലാണ് ഇവർ വധിക്കപ്പെട്ടത്? തീർച്ചയായിട്ടും അയത്തുല്ല അലി ഖാംനയി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 4 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായിട്ട് ഇന്ന് രാവിലെ തന്നെ ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. അല്പം മുമ്പാണ് ഇറാന്റെ മറ്റൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതായത് സൈനിക നേതൃ പദവിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 പേരും ശനിയാഴ്ച രാവിലെ നടന്ന ഈ സുരക്ഷാ കൌൺസിൽ യോഗത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ വൻ ആക്രമണത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 മേധാവികൾ കൂടി കൊല്ലപ്പെട്ടതെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇറാൻ നേതൃത്വം സ്ഥിരീകരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസർ സാദെ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ കരസേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൌസവിയും വധിക്കപ്പെട്ടു എന്ന ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇറാൻ നൽകുകയാണ്. പക്ഷേ ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇറാനു വേണ്ടിയിട്ട് ഇവർ നടത്തിയിരിക്കുന്ന അത്യഗാധമായിട്ടുള്ള സ്നേഹം അതൊരിക്കലും തന്നെ തങ്ങൾ മറക്കുകയില്ല. അതുമാത്രമല്ല, അവർ ഉയർത്തിപ്പിടിച്ച ആ പതാക ഒരു നിലക്കും താഴെ വീഴാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നുകൂടി ഖാംനയിയുടെ ആ വിയോഗവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രതികരണത്തിൽ തന്നെ ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി 3 അംഗ സമിതിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ ഭരണസമിതിയുടെ ഒരു പ്രഖ്യാപനം നടക്കേണ്ടതുണ്ട്. അതായിരിക്കും ഇനി അടുത്ത നീക്കം സംബന്ധിച്ച ഖാംനയുടെ പിൻഗാമി ആര് എന്നത് വരും മണിക്കൂറുകളിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ MCA? തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം നടക്കും. കാരണം ഒരു 3 അംഗ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ഒരു സമിതി ഉണ്ടാക്കിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആ സമിതി യോഗം ചേർന്നുകൊണ്ട് അടുത്ത പിൻഗാമി ആര് എന്നത് അത് ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാകുമെന്ന ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഇറാനിയൻ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരും. കാരണം അത്തരമൊരു ശൂന്യത നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് ആ നേതൃത്വം എന്നത് പ്രത്യേകിച്ച് ഒരു ഷിയ കൺസെപ്റ്റ് പ്രകാരം ഒരു ഇമാം എന്നത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പദവിയിൽ അത് നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പകരക്കാരനെ കണ്ടെത്തുകയും ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആ പ്രതിസന്ധിയിൽ ഇനി എങ്ങോട്ട് നീങ്ങണം, ഏത് വിധത്തിലുള്ള തിരിച്ചടി ശത്രുവിന് നൽകണം, ഏതൊക്കെ മാർഗങ്ങൾ കൈക്കൊള്ളണം, ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് അടച്ചിടുക എന്നതുൾപ്പെടെ പല നിർദ്ദേശങ്ങളും ഇറാന്റെ മുൻഗണനയിൽ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയും ഒരു തീർപ്പിൽ, അന്തിമമായിട്ടുള്ള ഒരു തീർപ്പിലെത്തേണ്ടത് പുതിയ പിൻഗാമി ഖാംനയിയുടെ പുതിയ പിൻഗാമി തന്നെയായിരിക്കും. എന്തായാലും അതിന് അധിക സമയം എടുക്കില്ല എന്നാണ് ഇറാൻ നേതൃത്വം വിശദീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനത്തോടു കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും സൈനിക നീക്കങ്ങളും മറ്റും തുടരുക. എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തുടരുന്ന ആക്രമണ പരമ്പര തുടരും എന്നൊരു സൂചന തന്നെയാണ് ഇറാന്റെ സുരക്ഷാ മേധാവി അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ. മാത്രമല്ല സൈനിക മേധാവികൾ കൂടി ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇറാനിലെ ഇന്റലിജൻസ് സംവിധാനത്തിലെ വീഴ്ച, പിഴവ് കൂടിയല്ലേ പുറത്തു വരുന്നത്? അതും വലിയ തിരിച്ചടിയാണല്ലോ ഇറാനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. കാരണം ഇത്തരമൊരു നിർണായകമായിട്ടുള്ള യോഗം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ഇറാന്റെ കണക്കുകൂട്ടലിൽ, ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണക്കുകൂട്ടലിൽ ഉണ്ടായിരിക്കില്ല. കാരണം ആ സ്വഭാവത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. പിന്നെയും ആക്രമണം നടക്കാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ഇറാൻ നേതൃത്വം കണ്ടത് രാത്രികളിലാണ്. ആക്രമണങ്ങളൊക്കെയും രൂപപ്പെട്ടത്. അത്തരമൊരു ആക്രമണം ഒരു പകൽ നേരത്തെ ഒരു ഇത്രയും വ്യാപ്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് അത്രമാത്രം ബോംബുകളാണ് ഈ ഒരു കേന്ദ്രത്തിലേക്ക് വർഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു കണക്കുകൂട്ടലിൽ അത് വന്ന ഒരു പിഴവ് കൂടി ആയിരിക്കണം ഇത്രയും വലിയൊരു ആക്രമണത്തിലൂടെ പ്രധാനപ്പെട്ട സൈനിക നേതൃത്വത്തെ ഒന്നാകെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഇന്റലിജൻസ് നമുക്കറിയാൻ സാധിക്കും ഏറ്റവും കൃത്യതയാർന്ന നീക്കങ്ങളാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുള്ള ഉതകുന്ന കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയം കൂടി ആയിരിക്കണം ഇത്രയും വലിയൊരു ആക്രമണം
ഉണ്ടാകാനുള്ളൊരു സാധ്യത രൂപപ്പെട്ടു. നേരത്തെ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതും നമുക്കറിയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ വസതി കൃത്യമാക്കി തന്നെ ഡ്രോൺ ആക്രമണം നടത്തിയായിരുന്നു ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ വധിച്ചത്. അപ്പോൾ ഈ ഇന്റലിജൻസ് പരാജയം എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത്തരം സംവിധാനങ്ങളുടെ വലിയ കുറവുകൾ തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ഒരു സാഹചര്യം, ഇതൊക്കെയും കണക്ക് കൂട്ടുമ്പോൾ ഒരു പാരമ്പര്യ രീതിയിലുള്ള ഇന്റലിജൻസ് സംവിധാനം തന്നെയാണ് ഇറാന്റേതായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയേറെ ഇസ്രായേൽ ചാരന്മാർക്ക് നേരത്തെ നടന്ന യുദ്ധത്തിൽ കൃത്യമായി തന്നെ ഇറാന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറാനും നീക്കങ്ങൾ നടത്താനും ഒക്കെ ഒരു സൗകര്യം ഒരുക്കിയത് ഒരു പക്ഷേ ഈ പാരമ്പര്യ രീതിയിലുള്ള അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ദൗർബല്യം കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെ ആയിരിക്കാനാണ് വലിയൊരു സാധ്യതയായിട്ട് രാഷ്ട്രീയ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നതും. ദിവ്യ, ശരി, MC നോക്കൂ, ഇപ്പോഴും ഈ ഗൾഫ് മേഖലകളിൽ ഉൾപ്പെടെ ഇറാന്റെ ആക്രമണം നടത്തുകയാണ്. മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുകൊണ്ട് പലർക്കും പരിക്കേൽക്കുന്ന അവസ്ഥ, മറ്റ് തീപിടുത്തം ഉൾപ്പെടെയുള്ള മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ രീതിയിൽ ഇറാൻ പ്രത്യാക്രമണം തുടരുമ്പോൾ എന്താണ് അമേരിക്കയുടെ, ട്രംപിന്റെ നെക്സ്റ്റ് പ്ലാൻ? ദിവ്യ, ഇന്നിപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം എന്നത് ഇറാൻ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കും എന്നൊരു പ്രതികരണം വന്ന ഉടനെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരമൊരു തിരിച്ചടി, ഒരു കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം 10 മടങ്ങ് ശക്തിയിൽ ഇറാന് നേരെ തങ്ങൾ നടത്തുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് രാവിലെ ട്രംപ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ നേതൃത്വവും തങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ഒരു മിസൈൽ ആക്രമണ പരമ്പരകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം നടത്താൻ തങ്ങളും തീരുമാനിക്കുകയാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ ഭാഗത്തുനിന്ന് അല്പം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. അതായത് വളരെ രണ്ട് കൂട്ടരും, ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട അച്ചുതണ്ടും വളരെ ശക്തമായി തന്നെ ഈ ആക്രമണ പരമ്പരകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഗൾഫ് മേഖലയെ തന്നെയാണ്. നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഏത് ഭയാനകമായിട്ടുള്ള ഒരു ആശങ്കകളിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത്. അത് ഇനിയും കൂടുതൽ വഷളാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ UN രക്ഷാസമിതിയൊക്കെ യോഗം ചേർന്നു എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനോ ഈ ഇരുവിഭാഗങ്ങൾക്കും ഇടയിൽ ഒരു സമവായ സ്വഭാവത്തിലുള്ള ഒരു പ്രശ്നപരിഹാര സാധ്യത മുന്നോട്ട് വെക്കാനോ ഉള്ള ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല. ചൈനയും റഷ്യയും ഒക്കെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെ അപലപിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു നടപടികൾ കൈക്കൊള്ളാനോ ഈ മേഖലയെ ഏറ്റവും അസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ മേഖല തള്ളിമാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തെ ചെറുക്കാനുതകുന്ന ഫലപ്രദമായിട്ടുള്ള നടപടികളൊന്നും തന്നെ UN രക്ഷാസമിതി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വരും ദിവസങ്ങളിലും, അത് എത്ര ദിവസങ്ങളോളം ഇത് തുടരുമെന്നറിയില്ല, പക്ഷേ ഈ അനിശ്ചിതാവസ്ഥ, ഈ സംഘർഷം, ഈ യുദ്ധഭീതി വരും ദിവസങ്ങളിലും തുടരുമെന്ന സൂചന തന്നെയല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും അതിന്റെ സൂചനകൾ തന്നെയാണ്. ഇപ്പൊ അല്പം മുമ്പാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഖത്തറിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തെ ചെറുത്തു, അത് പരാജയപ്പെടുത്തി. അവിടെ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ചെറിയ തീപിടുത്തം ഉണ്ടായത് മാറ്റി നിർത്തിയാൽ യാതൊരു ആളപായമോ സംഭവമോ ഇല്ല എന്ന് ഖത്തർ വിശദീകരിച്ചിട്ടുണ്ട്. ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം UAE നേരെ വീണ്ടും ഇറാന്റെ ചിലൊരു ആക്രമണം നടന്നിരുന്നു, അതും ഫലപ്രദമായി തന്നെ പരാജയപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. UAEയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അല്പം കൂടി കാത്തിരുന്നാൽ ലഭ്യമാവുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഈ പ്രത്യാക്രമണ ആക്രമണ നീക്കങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഈ അടച്ചിട്ടിരിക്കുന്ന വ്യോമാതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീട്ടിക്കൊണ്ടുപോകും. കാരണം എത്ര ദിവസങ്ങൾ ഈ വ്യോമാതിർത്തി സ്വഭാവത്തിൽ അടച്ചിടും എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് പോലും ഒരു വിലയിരുത്തലിലെത്താൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനേയിയുടെ വിടവാങ്ങൽ, അദ്ദേഹത്തിന്റെ വിയോഗം, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം വലിയ വൈകാരികമായിട്ടുള്ളൊരു വിഷയമായി തന്നെ ഇറാൻ മാത്രമല്ല ഇറാഖിലും മറ്റുമുള്ള ഷിയ വിഭാഗങ്ങളും ഒക്കെ അതിന്റെ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് സ്വഭാവത്തിലേക്ക് ഇനി കാര്യങ്ങൾ നീങ്ങും എന്നത് സംബന്ധിച്ച ഒരു അവ്യക്തതയുണ്ട്. പ്രശ്നപരിഹാരത്തിന് ഇന്നലെ ചില ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൂട്ടുപിടിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചേക്കുമെന്നൊരു പ്രതീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ
പക്ഷേ ഈ ആയത്തുല്ല അലി ഖാംനയുടെ പിന്നെ മരണം, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇറാൻ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി കാര്യങ്ങൾ ഈ പുതിയ ഭരണസമിതി നിലവിൽ വരികയും പുതിയ പിൻഗാമിയെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ ഒരു തീർപ്പിനനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുക. ദിവ്യ.